നമസ്കാരം. ഇന്ത്യൻ ചരിത്രം. ബാലഗംഗാധര തിലക്. ജനനം 1888. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ. ബാലഗംഗാധർ തിലക് ജനിച്ചത് 1888 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ. ഇന്ത്യയിലെ ദേശീയ തീവ്രവാദത്തിൻ്റെ പിതാവ് ബാലഗംഗാധർ തിലക്. ഇന്ത്യയിലെ ദേശീയ തീവ്രവാദത്തിൻ്റെ പിതാവാണ് ബാലഗംഗാധർ തിലക്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് ബാലഗംഗാധർ തിലകാണ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. മഹാരാഷ്ട്രയിലെ ശിവസേന ഉത്സവവും ഗണേശോത്സവവും ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. മഹാരാഷ്ട്രയിലെ ശിവസേന ഉത്സവവും ഗണേശോത്സവവും ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. ഗണേശ ഉത്സവത്തെ ദേശീയ ഉത്സവമാക്കി മാറ്റിയ രാജ്യസ്നേഹിയാണ് ബാലഗംഗാധര തിലക്. മഹാരാഷ്ട്രയിൽ സമരം നടത്തിയ നേതാവ് ബാലഗംഗാധര തിലക്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക്. 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക്. 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക്. 1916 ഉടമ്പടിയുടെ ശില്പി. 1916 ഉടമ്പടി കോൺഗ്രസും മുസ്ലിം ലീഗും സ്വാതന്ത്ര്യ സമരത്തിന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഉടമ്പടിയുടെ ശില്പി ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് പൂനെയിൽ ആരംഭിച്ച സ്കൂൾ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. തിലകനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ബാലഗംഗാധർ തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ 6 വർഷം തടവിൽ പാർപ്പിച്ചിരുന്ന ബർമ്മയിലെ ജയിൽ മാണ്ഡല ജയിൽ. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിനെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ബാലഗംഗാധര തിലക്. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ബാലഗംഗാധര തിലക്. ഗീതാരഹസ്യം, ആർട്ടിക് ഹോമിൻ ദി വേദ എന്നീ കൃതികളുടെ രചയിതാവാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് സർ വാലന്റൈൻ ഷിറോൺ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് കേസരി മറാത്ത പത്രം, മറാത്ത ഇംഗ്ലീഷ് പത്രം. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ കേസരി, മറാത്ത. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെ. ഗോഖലെയെ പ്രസിഡന്റാക്കിയ കോൺഗ്രസ് സമ്മേളനം ബനാറസ് സമ്മേളനം 1905. ഗോഖലെയെ പ്രസിഡന്റാക്കിയ കോൺഗ്രസ് സമ്മേളനം ബനാറസ് സമ്മേളനം 1905. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടന സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബാലഗംഗാധര തിലകൻ ഗോഖലെയെ വിശേഷിപ്പിച്ചത് മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം,
ക്ഷീണഹൃദയനായ മിതവാദി. ബാലഗംഗാധർ തിലക് ഗോഖലെയെ വിശേഷിപ്പിച്ചത് മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം, ക്ഷീണഹൃദയനായ മിതവാദി. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് മഹാദേവ ഗോവിന്ദ റാനഡെ. ദാദാഭായ് നവറോജി. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാദാഭായ് നവറോളജി. ദാദാഭായ് നവറോജി. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ചത് ദാദാഭായ് നവറോജി. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ചത് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത്? ലിബറൽ പാർട്ടി. ഭഗത് സിംഗ്. ഭഗത് സിംഗ് ജനിച്ചത് പഞ്ചാബിലെ ബൽഗ ഗ്രാമത്തിൽ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സംഘടനയുടെ മുഖ്യ നേതാവാണ് ഭഗത് സിംഗ്. വൈ ഐ ആം ആൻ ഏത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ഭഗത് സിംഗ്. വൈ ഐ ആം ആൻ ഏത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗഹാൻ സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. ഷാഹിദ് ഇ അസാം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞ പോരാളികൾ ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത്. ബ്രിട്ടീഷ് ഓഫീസറായ സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വധിച്ചത് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു. നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ്. നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ്. രവീന്ദ്രനാഥ ടാഗോർ. 1861 കൊൽക്കത്തയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ടാഗോർ. 1878 പുറത്തിറങ്ങിയ ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരം കബി കാഹിനി. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചത് ടാഗോർ. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയനാണ് രവീന്ദ്രനാഥ ടാഗോർ. 1913 ഗീതാഞ്ജലി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് ടാഗോറാണ്. 1921 ഡിസംബർ 22 ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോർ. ലിറ്ററേച്ചറിനാണ്. 1913.
എവിടെ വിശ്വം മുഴുവൻ ഒരു പക്ഷിക്കൂടായി ഭവിക്കുന്നുവോ അവിടെ എന്നത് ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിശ്വഭാരതി സർവകലാശാല. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം ആരുടേതായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ രചിക്കുകയും പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറുകയും ചെയ്ത പ്രശസ്ത കൃതി അമർ സോന ബംഗ്ല. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ സർ ബഹുമതി തിരിച്ചു നൽകി. ടാഗോറിന്റെ പ്രശസ്തമായ നാടകം വാൽമീകി പ്രതിഭ. ടാഗോറിന്റെ ആദ്യ ചെറുകഥ ഭികാരിണി. ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗീതാഞ്ജലി. 1913 ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗീതാഞ്ജലി. ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ്. ടാഗോറിന്റെ ആദ്യത്തെ പ്രസിദ്ധ കൃതി കവിതയായ അഭിലാഷ് പ്രസിദ്ധീകരിച്ച പത്രിക തത്വബോധിനി. ടാഗോറിന്റെ മറ്റ് പ്രധാന ചെറുകഥകൾ സമാപ്തി, കാബുളിവാല, പഹല നമ്പർ, തീൻ കന്യ. ടാഗോർ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ജെറാസംഗോ, കൽക്കട്ട. ടാഗോർ അന്തരിച്ച വർഷം 1941. ടാഗോറിന്റെ പ്രധാന രചനകൾ ദി റോക്ക് ഗാർഡൻ, ദി ചൈൽഡ്, ഗോറ, ബൈ സർജൻ, പോസ്റ്റ് ഓഫീസ്, കിങ് ഓഫ് ദി ഡാർക്ക് ചേംബർ. സരോജിനി നായിഡു. സരോജിനി നായിഡു ജനിച്ചത് ബംഗാളിൽ 1879. സരോജിനി നായിഡുവിൻ്റെ വീട്ടുപേര് ഗോൾഡൻ ത്രഷോൾഡ്. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി, ഭാരത കോകിലം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഗോൾഡൻ ത്രഷോൾഡ്. സരോജിനി നായിഡുവിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഗോൾഡൻ ത്രഷോൾഡ്. ആദ്യ കവിതാ സമാഹാരമായ ഗോൾഡൻ ത്രഷോൾഡ് പ്രസിദ്ധപ്പെടുത്തിയത് 1905. സംസ്ഥാന ഗവർണർ പദവിയിൽ എത്തുന്ന ആദ്യ വനിത സരോജിനി നായിഡു, ഉത്തർപ്രദേശ്. സംസ്ഥാന ഗവർണർ പദവിയിൽ എത്തുന്ന ആദ്യ വനിത സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ പ്രധാന രചനകൾ ദ ഗോൾഡൻ ത്രഷോൾഡ്, ദി ബേൾഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്സ്. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഒരാഗ്രഹം എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. അബ്ദുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിൻ്റെ പൂർണ്ണമായ പേര് അബ്ദുൽ കലാം മുഹിയുദ്ദീൻ അഹമ്മദ്. ആസാദ് എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് അബ്ദുൽ കലാം. ആസാദ് എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ 11 ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അബ്ദുൽ കലാം ആസാദ്. ലിസാൻ സിദ്ദിഖ് സത്യാനാഥൻ എന്ന ഉറുദു വാരിക ആരംഭിച്ചത് അബ്ദുൽ കലാം ആസാദ്. ലിസാൻ സിദ്ദിഖ് സത്യനാഥൻ എന്ന ഉറുദു വാരിക ആരംഭിച്ചത് അബ്ദുൽ കലാം ആസാദാണ്. ഖുറാൻ വ്യാഖ്യാനമായ തർജുമൻ അൽ ഖുറാൻ രചിച്ചത് അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ അൽ ഹിലാൽ, അൽ ബലാഗ്. അൽ ഹിലാൽ നിരോധിക്കപ്പെട്ട വർഷം 1914. ഇത് രചിച്ചത് ഉറുദു ഭാഷയിൽ. 1923 ഡൽഹിയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിൽ 35-ാം വയസ്സിൽ അധ്യക്ഷനായി.
സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം.